Nizari, nizari gama. Nizari, nizari, nizari gari. വലിയ ദേഷ്യക്കാരനാണല്ലോ. ഇയാളുടെ അനുഗ്രഹം കിട്ടിയിട്ടൊന്നും ആ പിള്ളേർക്ക് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. എന്നാലും അവരുടെ തലയിലൊന്ന് തൊട്ടുവിടാമായിരുന്നു. നമ്മളൊരു വഴിക്ക് പോവല്ലേ, ഇനി എപ്പോഴാ കാണുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഏത് വഴിക്ക് പോകുന്നെന്ന് നമ്മളൊരു വഴിക്കും പോകുന്നില്ല. നമുക്കിനി പോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ, നിയമത്തിന്റെ വഴി. കേസും വഴക്കും ഒക്കെ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ടല്ലയോ ഞാൻ വേണു അമ്പിയും തമ്മിലുള്ള കല്യാണത്തിന് സമ്മതിച്ചത്. ഇതാ പറയുന്നേ, ഈ അരവിന്ദാക്ഷന് ഒരു ബുദ്ധിയില്ലെന്ന്. കേൾക്കേണ്ട കാര്യങ്ങളൊന്നും ശരിക്കും കേൾക്കില്ല. ആ പാവം അംബികയെ പറഞ്ഞു പറ്റിച്ചിട്ട് വേറൊരു കല്യാണത്തിന് തുനിഞ്ഞ കേസിന്ന് വേണുഗോപനെ എപ്പോഴേ വിട്ടു. ഇത് കേസ് വേറെയാ. പക്ഷേ സിദ്ധാർത്ഥന്റെ കുടുംബത്തെ തട്ടിക്കൊണ്ടുപോകാൻ കൊട്ടേഷൻ കൊടുത്തതിനും 2 പെണ്ണുങ്ങളെയും ഒരു കുട്ടിയെയും കൊല്ലാൻ ശ്രമിച്ചതിനുമൊക്കെ ആര് സമാധാനം പറയും? പോലീസ് ഓഫീസർമാരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത് അടക്കമുള്ള പ്രശ്നങ്ങൾ ദേ വേറെയും കിടക്കുന്നു. ഇവിടെ ഇപ്പോ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ അരവിന്ദാക്ഷൻ ഇതൊക്കെ പൂർണ്ണമായി സമ്മതിച്ച് ഏറ്റെടുക്കുക, അതല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന മകന്റെ തോളിലേക്ക് ഇതൊക്കെ അങ്ങ് വച്ചു കൊടുക്കുക. ഞങ്ങൾക്ക് ഏതായാലും ഒരു പ്രതിയെ കിട്ടിയാൽ മതി. വേണു ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ നമുക്കിനി പോയേക്കല്ലേ? സുഷമാ പ്രകാശ്, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ സുഷമയെ പ്രകീർത്തിച്ച് 2 വാക്ക് പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. വെറും ഒരു സിഐയുടെ പരിധിയിൽ നിന്നിട്ടായാലും പലതും ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചു സുഷമ. ഒരുപാട് ജീവിതങ്ങളെ ഒറ്റയടിക്ക് രക്ഷിച്ചു സുഷമ.
ഇതുപോലൊരു 10 ഓഫീസർമാരുണ്ടായെങ്കിൽ ഈ നാട് എന്നേ രക്ഷപ്പെട്ടേനെ. സുഷമയ്ക്ക് ഒരു പ്രൊമോഷന് ഞാൻ ശുപാർശ ചെയ്യുന്നുണ്ട്. എന്തിനാണ് സർ പ്രൊമോഷൻ? നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഒരു റിവാർഡൊക്കെ കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ. വർക്ക് ചെയ്യാൻ സർക്കാർ കൊടുക്കുന്നത് സാലറി അല്ലേ സർ, റിവാർഡ് അല്ലല്ലോ. രാവും പകലും ഭേദമില്ലാതെ ജോലി ചെയ്യേണ്ടവരാണ് സർ ഞാനടക്കം താഴെ തട്ടിലുള്ള പോലീസ് വർഗം. അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ റിവാർഡ് ഒരു നല്ല വാക്കാ. കിട്ടാതെ പോകുന്നതും അതുമാത്രോ. ഒരു വെയിലത്ത് തൊപ്പിയും വെച്ച് നിന്ന് ട്രാഫിക് നിയന്ത്രിക്കുന്ന പോലീസുകാരന്റെ കണ്ണിമ നിമിഷ നേരത്തേക്ക് പോലും ചിമ്മാനാവില്ല. വടിവാളും കത്തിയും ബോംബുമൊക്കെയായി ചീറി വരുന്ന കലാപകാരികൾക്കിടയിലേക്ക് വെറും ഒരു മുളവടിയുമായി പാഞ്ഞു ചെല്ലുമ്പോ ആ നെഞ്ചൊന്ന് വിറകൊള്ളാൻ പാടില്ല. എന്നിട്ടും എന്താണ് സർ ഞങ്ങൾ പോലീസുകാർക്ക് ലഭിക്കുന്ന പ്രതിഫലം? സമൂഹത്തിന്റെ മേലെ തട്ടിലുള്ളവർക്ക് പുച്ഛം, ഇടത്തരക്കാരന് അവജ്ഞ, താഴെ തട്ടിലുള്ളവന് ഭയം. സുഷമ എന്താ പറഞ്ഞു വരുന്നത്? നീ മിണ്ടായിരിക്കെ. സുഷമയ്ക്ക് പറയാനുള്ളത് മുഴുവൻ പറയട്ടെ, എങ്കിലല്ലേ നമുക്ക് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാകൂ. ഇരുമ്പ് മറയ്ക്കുള്ളിൽ ജീവിക്കുന്ന രാഷ്ട്രീയ നേതാവല്ല ഞാൻ. ഇക്കാര്യത്തിൽ വളരെ ട്രാൻസ്പാരന്റാ. അധികമൊന്നും പറയാനില്ല സർ, എല്ലാം എല്ലാവർക്കും അറിവുള്ളത് തന്നെ. കൺമുന്നിൽ കണ്ടാലും കണ്ണടച്ചു കളയും. പിന്നെ 2 വാക്കുകൂടി പേഴ്സണലായിട്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാനാവില്ല സർ. കഴിഞ്ഞ ദിവസം സാർ പറഞ്ഞില്ലേ, ടൈറ്റ് ജീൻസും ഫുൾ സ്ലീവ് ഷർട്ടും വലിച്ചു കയറ്റി ചവിട്ടിക്കുലുക്കി നടക്കുന്ന പെണ്ണുങ്ങളും അവരുടെ വർക്കും തമ്മിൽ ഒരു കോറിലേഷൻ. ആ ധാരണയൊന്ന് തിരുത്തണം സർ. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ റിവാർഡ്. മേടിക്കി കുട്ടി, ഇങ്ങനെ വേണം പെണ്ണുങ്ങളായാൽ. ഐ ലൈക്ക് യുവർ സ്മാർട്ട്നെസ്. സർ, ഇവിടെ ഒന്ന് പുള്ളി കുത്തി വെച്ചു. ഇങ്ങനെ വിട്ടാൽ കുറെ പേരുടെ തലയും കൊണ്ട് അവള് പോവും. മനസ്സ, നന്ദി നന്ദി മനസ്സ. എന്താടോ ഇത്? മനസ്സുള്ളതുകൊണ്ട് ഞാൻ. ജസ്റ്റ് എ മിനിറ്റ്. എന്താണോ ഇത്? സംസാരിച്ചു കഴിഞ്ഞില്ലേ ഇതുവരെ? കൊണ്ടുപോവുക ഇയാളെ ഞാൻ. ചെറിയ 1-2 ഫോർമാലിറ്റീസ് കൂടിയുണ്ട്. അത് കഴിഞ്ഞ് ഇയാളെ ഇങ്ങോട്ട് തന്നെ വിട്ടുതരാം. മാനസയ്ക്ക് വാടോ. ഇനിയുള്ള ചടങ്ങുകൾ ഹരി എനിക്കൊന്ന് പറഞ്ഞു തരണം. താലികെട്ട് ചടങ്ങിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെണ്ണ് വരനെ മറ്റൊരു പെണ്ണിന്റെ കൈ പിടിപ്പിച്ചിട്ട് വരുമ്പോ എങ്ങനെയാ സ്വീകരിക്കേണ്ടേ? അതറിയാമെങ്കിൽ ഹരി എനിക്കൊന്ന് പറഞ്ഞുതാ. എന്റെ കുടുംബത്തിലോ നാട്ടിലോ ഇങ്ങനെ ഒരു കേട്ടുകേൾവി പോലും ഇല്ല. അതുകൊണ്ടാ ചോദിച്ചേ. നിങ്ങളുടെ കുടുംബത്തിൽ ഇതൊക്കെ പതിവാണെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. ക്രോസിംഗ് ദ ലിമിറ്റ്സ്. ക്രോസിംഗ് ദ ലിമിറ്റ്സ്? പരിധി കടക്കുന്നുവെന്ന് ആരാ ഇപ്പൊ പരിധി വിട്ടത്? ഞാനോ അതോ പെങ്ങളോ? ഭർത്താവിന്റെ സഹോദരിയായിട്ടല്ല, സ്വന്തം അനിയത്തിയായിട്ടാ
ഞാൻ ഇവളെ കണ്ടുകൊണ്ടിരുന്നേ. ഇപ്പോഴും അതെ. ബട്ട് ദിസ് ഇസ് ടു മച്ച് ഹരി. അഞ്ഞൂറ്റിയൊന്ന് പവന്റെയും ആർഭാടത്തിന്റെയും പേരിൽ ഞാൻ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളത് നേരാ. അതിവളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. എല്ലാത്തിന്റെയും മേൽ നിയന്ത്രണത്തിന്റെ ഒരു കണ്ണില്ലെങ്കിൽ കുടുംബത്തിന്റെ കുത്തഴിഞ്ഞു പോകും. എന്നെങ്കിലും സ്വന്തമായി ഒരു വീട് നോക്കാനുള്ള അവസരം ഉണ്ടായാൽ ഇവൾക്കത് മനസ്സിലാവും. ഹരിക്ക് കുറച്ച് സ്വൈര്യക്കേടൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഹരി മനസ്സിൽ കണ്ടതുപോലെ തന്നെ വിവാഹം നടത്താൻ സമ്മതം മൂളിയില്ലേ ഞാൻ. അത് ഇവളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? ഈ നാട്ടിൽ ആരും കണ്ടിട്ടില്ലാത്ത വിധം ആർഭാടത്തോടെ ഇവളുടെ കല്യാണം നടത്താൻ ഹരി ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഇവള് നമ്മളോട് ചെയ്ത എന്താ? കല്യാണം പൊടി പൊടിക്കാനുള്ള ആസൂത്രണം ഒരു റൂമിൽ നടന്നുകൊണ്ടിരുന്നപ്പോ അതെങ്ങനെയും പൊളിച്ചെടുക്കാനുള്ള പ്ലാനിങ് മറ്റൊരു റൂമിൽ നടന്നുകൊണ്ടിരിക്കുക അതേ വീട്ടില്. അവസാനം അവൾ പ്ലാൻ ചെയ്തത് തന്നെ വിജയിച്ചു. വീട്ടുകാരുടെ നാട്ടുകാരുടെ ഒക്കെ മുന്നിലും നമ്മളെയൊക്കെ കോമാളി വേഷം കെട്ടി നിർത്തിച്ചു ഇവള്. നമുക്കൊക്കെ ഉണ്ടായ അപമാനം പോട്ടിന്ന് വെക്കാം. ഇവളെ സ്നേഹിച്ചു പോയി എന്നൊരു കുറ്റത്തിനും നമ്മൾ ഇതൊക്കെ സഹിക്കാൻ കടപ്പെട്ടവരാണ്. പക്ഷെ എന്തിനായിരുന്നു എന്റെ അച്ഛനെ ഇതിലേക്ക് വലിച്ചഴിച്ചത്? ഒരു പബ്ലിക് ഫിഗർ അല്ലേ എന്റെ അച്ഛൻ? മഞ്ഞപത്രങ്ങൾക്ക് ലോക്കൽ ചാനലുകൾക്കും ആഘോഷിക്കാനുള്ള ഇക്കിളി വാർത്ത ഇട്ട് കൊടുക്കുന്നതിന് മുമ്പേ ഇവൾ ആലോചിക്കണമായിരുന്നു. ഇങ്ങനെ ആർഭാടമായി കെട്ടിയൊരുങ്ങി നിൽക്കാനുള്ള ഓരോ ചില്ലിത്തൊട്ടും അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നാ ചെലവാവുന്നതെന്ന്. പത്തോ 12 വർഷം കൂടി കഴിഞ്ഞാൽ നമ്മുടെ മോൾക്കും കല്യാണ പ്രായമാവും. അപ്പോഴോ നല്ല കാര്യങ്ങളൊക്കെ ഞാൻ എളുപ്പം മറക്കുക ഹരി. പക്ഷെ ഒരു കുടുംബത്തിന് മേലുണ്ടാകുന്ന ബ്ലാക്ക് മാർക്ക് അത് എളുപ്പം മാഞ്ഞു പോവില്ല. വേണ്ട, എന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചത് ഹരിയാ. അദൃശ്യമായ ഒരു നിയന്ത്രണ രേഖയുടെ സാന്നിധ്യം അവളുടെ മനസ്സിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് നാട്ടുകാർക്ക് മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയാതിരിക്കുന്നതിന്റെ പേരും സ്നേഹവും നല്ല ഹരി. വഞ്ചന എന്ന അതിന്റെ പേര്. സ്നേഹിക്കുന്നവരുടെ ഭാവി ജീവിതത്തോട് നമ്മൾ ചെയ്യുന്ന വഞ്ചന. മനസ്സേ, എന്താ ഇത്? മനസ്സ്, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ. തെറ്റായി പോയോ മൈനെ? എനിക്കറിയില്ല. ഒരാളുടെ ശരി മറ്റൊരാൾക്ക് തെറ്റായെന്ന് വരാം. അമ്മയ്ക്കിടെ കുഞ്ഞിന്റെയൊക്കെ ഭാവിക്ക് വേണ്ടിയാ ഞാൻ, അല്ലാതെ അപ്പുമോളുടെ ഭാവിക്കെടുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല. എനിക്കറിയാം മനസ്സേ, എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ പേരിൽ ഗൗരി ചേച്ചിക്ക് മുന്നിൽ ഹരിയേട്ടൻ എത്രമാത്രം ചെറുതായെന്ന് നീ കണ്ടില്ലേ? ഒരു കണക്കിന് ഇപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി. ഇതൊന്നും അറിയാതെ ഈ 501 പവനം വാങ്ങിച്ച് ഞാൻ വേറൊരു വീട്ടിലേക്ക് പോയിരുന്നെങ്കിലോ? എന്നും അവർക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരില്ലായിരുന്നു എന്റെ ഏട്ടൻ. ഇനി എനിക്കൊരു വിവാഹം ഉണ്ടായാൽ ഒരു തരി പൊന്നു പോലും ഇല്ലാതെ ഞാൻ ഈ വീടിന്റെ പടിയിറങ്ങും. അത്രയെങ്കിലും കടം കുറഞ്ഞിരിക്കട്ടെ ഏട്ടന്റെ അടുത്ത്. ചില കടങ്ങളൊന്നും നമുക്ക് വീട്ടാനാവില്ല മാനസേ.
പൊന്നും പണവും ഒന്നും ഇല്ലാതെ മാനസയായി സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരാൾക്ക് മാത്രമേ താലി കെട്ടാനാ ഞാൻ തല കുനിച്ചു കൊടുക്കൂ. അങ്ങനെ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ടല്ലോ ഈ കള്ളിപ്പെണ്ണ്. അത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരിശുദ്ധ ചോദ്യം ചെയ്യപ്പെട്ട ഒരു നിമിഷം പിടിവിട്ട് പോയതാ എന്റെ. സിദ്ധാർത്ഥൻ എന്ത് തോന്നിയിട്ടുണ്ടാവോ എന്തോ. സിദ്ധാർത്ഥന് എന്ത് തോന്നാൻ? ഈ സുന്ദരിക്കുട്ടിയെ ആർക്കാ ഇഷ്ടാവാത്തത്? അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ സിദ്ധാർത്ഥൻ നിന്നോട്? അങ്ങനൊന്നും അറിയുന്ന ടൈപ്പ് അല്ലല്ലോ സിദ്ധാർത്ഥൻ. മാത്രമല്ല പ്രണയത്തിന്റെ ഭാഷ മൗനമാണെന്ന് പറയാറുണ്ട് സിദ്ധാർത്ഥൻ. ഞാനൊന്ന് കിടക്കട്ടെ മാനസേ, വല്ലാത്ത തലവേദന. മോനെ മോനെ വാ മോളെ. ഇതാരുടെ വീടാ അമ്മേ? മോള് വാ. കേറുവാ മോളെ. അരേ ആ അച്ഛാ ഇരിക്ക്. ഇരിക്കാനും കിടക്കാനും ഒന്നല്ല ഞാൻ വന്നത്. നിന്നെ ഒറ്റയ്ക്ക് കണ്ടിട്ട് 4 വർത്തമാനം പറയാൻ വേണ്ടി തന്നെയാ ഞാൻ ലളിതയെ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങോട്ട് വന്നത്. എന്താ അച്ഛാ? കാര്യമുണ്ട്. നിന്റെ ഭാര്യ എവിടെ? തലവേദനയാന്ന് പറഞ്ഞ് പീൽസും കഴിച്ച് കിടക്ക. ആ ഒരു കണക്കിന് നന്നായി. മുഖത്തോട് മുഖം നോക്കി കാര്യം പറയാമല്ലോ.
IPS തിളക്കം കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ടൊന്നുമല്ല എന്റെ മകളുടെ കൈ പിടിച്ച് ഞാൻ നിനക്ക് തന്നത്. IAS IPS IFS ഏത് എസ് വേണമെങ്കിലും വന്ന് ക്യൂ നിൽക്കുമായിരുന്നു കരുണാകരന്റെ ഒറ്റ മകളുടെ മുമ്പില്. അപ്പോഴെന്താ കളിച്ച ഗെയിമെല്ലാം ജയിച്ച് നാഷണൽ ലെവലിൽ സ്വർണ്ണ കപ്പ് നേടി വന്ന വോളിബോൾ ടീം ക്യാപ്റ്റനോട് പെണ്ണിനോട് കഥ പ്രേമം. ഒരു ഇൻഫാച്യുവേഷൻ, ഞാനത്രേ കരുതിയുള്ളൂ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ മോഹം ഒരു ഒഴിയാബാധ പോലെ അവളെ പിന്തുടർന്നപ്പോ മാത്രമാ കരുണാകരൻ അതിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത്. അന്വേഷിച്ച് ചെന്നപ്പോഴെന്താ അഷ്ടിക്ക് വകയില്ലാത്തൊരു പോലീസുകാരന്റെ കുടുംബം. കിട്ടുന്ന ശമ്പളം ഭാര്യയുടെ മാസാമാസമുള്ള ചികിത്സാ ചെലവിന് പോലും തികയത്തില്ല. എല്ലാം പോട്ടെ എന്ന് വിചാരിച്ച് കണ്ണടച്ചിട്ടാ ഈ ബന്ധം അങ്ങ് നടത്തിയത്. അയ്യെന്നും പറഞ്ഞ് മൂക്കത്ത് വിരലും വെച്ച് നിന്നവരോടൊക്കെ കരുണാകരൻ നെഞ്ചു നിവൃത്തി നിന്നുകൊണ്ട് പറഞ്ഞു എന്തൊക്കെയാണെങ്കിലും അവർ തറവാടിത്വവും കുടുംബമഹിമയുള്ളവരാണെന്ന്. ഇനിയിപ്പോ എന്നാ മാങ്ങാത്തൊലി ഉണ്ടെന്ന് പറയും. 40 കൊല്ലം ഞാൻ രാഷ്ട്രീയം കളിച്ചും കളിപ്പിച്ചും ഉണ്ടാക്കിയ സ്വത്തിന്റെ പളപളപ്പിൽ നിന്നുകൊണ്ടാ ഇന്ന് നിന്റെ പെങ്ങൾ എന്റെ നെഞ്ചത്ത് കൂടി ചൊട്ടി ഇറങ്ങിയത്. ഞാൻ പിടിപ്പ് വേണ്ട. ഇന്ന് ഞാൻ അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് നടത്തിയ ഒരു കിടിലൻ പെർഫോമൻസ് നീ കണ്ടായിരുന്നോ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇവയൊക്കെയാണ് നമ്മുടെ ആപ്തവാക്യം. പക്ഷേ അതൊക്കെ വീടിന് പുറത്ത് സ്വന്തം കുടുംബത്തിൽ നിന്നും വിപ്ലവം തുടങ്ങി വെച്ചവരെല്ലാം പിച്ച ചിരട്ടയും കൈ പിടിച്ച് ചേർത്തിട്ടുള്ളൂ. അല്ല നിന്നെ എന്ത് പറയാനാ? നീ ഇതൊന്നും അറിയുന്നില്ലല്ലോ. സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയാത്ത നീയൊക്കെ എങ്ങനെയാണ് ഒരു ജില്ല ഭരിക്കുന്നത്? ഇതുപോലെ ഒരെണ്ണം എന്റെ വീട്ടിലെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ കഴുത്തിൽ കയറ് കെട്ടി കയത്തിൽ താഴ്ത്തിനെ. ഈ മടക്കി കുത്തഴിച്ച് മുണ്ടങ്ങ് കയറ്റി കുത്തിയ കരുണാകരൻ വെറു ചെറ്റയാ. ആ മുഖമൊന്നും നീ കണ്ടിട്ടില്ല. അത് കാണാൻ ഇട കൊടുക്കരുത്. പറഞ്ഞേക്കും നിന്റെ പെങ്ങളോട്. ഇതുപോലെ കണ്ടത്തരം കാണിക്കാനാണ് ഭാവമെങ്കിൽ നിന്റെ പെങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കേണ്ടി വരും. എന്റെ മകളും അവളുടെ മോളും എന്റെ വീട്ടിലിരിക്കും. പെടക്കോഴി കൂവുന്ന ശബ്ദം മേലാലി വീട്ടിൽ കേട്ടുപോരുത്. പോകാം അമ്മേ, നമ്മുടെ വീട്ടിൽ പോകാം അമ്മേ. വാ മോളെ, വാ അമ്മേ. എന്താ അവള് പറയുന്നത്? അവൾക്ക് പോണോന്ന്. പോകാം അമ്മേ. എങ്ങോട്ട് പോവാനാ മോളെ? നമ്മുടെ വീട്ടിലേക്ക് പോകാം അമ്മേ. ഇനി ഇതാ മോളുടെ വീട്. ഇതോ? മോൾ അച്ഛന്റെ അമ്മയുടെയും കൂടെ സന്തോഷമായിട്ട് കഴിയണം. അച്ഛനോ? അവൾക്കൊന്നും അറിയില്ല. നീ വേണം കൊച്ചിനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ. വേണോന് ഒട്ടും ഇഷ്ടമുണ്ടായിട്ട് നടന്ന വിവാഹമല്ല എന്ന് മോൾക്കറിയാലോ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ചിലപ്പോ പല പ്രതിസന്ധികളും ഉണ്ടാകും. പിടിച്ചു നിൽക്കണം എന്റെ മോള് എല്ലായിടത്തും. ഒരു കണ്ണീർ കടൽ നീന്തിയ ഇപ്പൊ നമ്മളൊരു കരയ്ക്കെത്തിയത്. പെട്ടെന്നൊരാവശ്യത്തിന് ഒരെടുത്തുചാട്ടം നടത്തിയാൽ ചിലപ്പം വീണ്ടും ഒരു കരയെത്താൻ സാധിച്ചെന്ന് വരില്ല. അമ്മ പറയുന്നത് മോക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടമ്മേ. പെണ്ണിന് ഒറ്റയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പലരും പറയും. പക്ഷേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. സ്വന്തം അനുഭവം തന്നെയാണ് ഒരു സ്ഥാനത്ത്. പക്ഷെ മോളെ, മകൾക്ക് ഒരച്ഛൻ വേണം കൈപിടിച്ച് നടത്താൻ. നിന്റെ ജീവിതത്തിൽ ഒരു പിഴവുണ്ടാകാൻ കാരണവും അത് തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത്. അവസ്ഥ നിന്റെ മോൾക്കുണ്ടാവരുത്. ഒരു കാലം കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും ജീവിതം മക്കൾക്ക് വേണ്ടിയാ. മക്കൾ അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നെങ്കിലും
ഈ പടി ഇറങ്ങാൻ ഒരു ചിന്തയുണ്ടായാൽ അപ്പോ ഗോപിക മോളുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരണം നീ. മകളെന്ന് പറയുന്നത് എന്നും ഒരമ്മയുടെ നെഞ്ചിലെ തീയ മോളെ, ചെറുതായാലും വലുതായാലും. ഞാൻ ഇറങ്ങട്ടെ മോളെ. മാനസ, ഇവിടേക്കൊന്നും വരേണ്ടിയിരുന്നില്ല മനസ്സ. സെന്റി സീനാടോ. നമ്മുടെ ഒന്നും ലൈനിന് ഇത് പറ്റില്ല. വാ വക്കീലെ, നമുക്ക് കുറച്ചങ്ങോട്ട് മാറി നിൽക്കാം. മനസ്സ, മാപ്പ്. മാപ്പോ? എന്തിന്? കുറച്ചു നേരത്തേക്കെങ്കിലും മാനസയെ തെറ്റിദ്ധരിച്ചു പോയി ഞാൻ. മാനസയുടെ സ്വാർത്ഥ മോഹങ്ങൾക്ക് വേണ്ടി എന്നെ ബലി കൊടുക്കാന്ന് വരെ തോന്നി. എന്റെ കുടുംബത്തെ രക്ഷിക്കാനുള്ള പരക്കം പാച്ചിലായിരുന്നു മാനസ എന്ന് ആ സമയം ഞാൻ അറിഞ്ഞില്ല. ഈ അഴികളുടെ പ്രതിരോധം ഇല്ലായിരുന്നെങ്കിൽ ആ കാൽപാദങ്ങൾ തൊട്ട് മാപ്പ് പറഞ്ഞിനെ. സിദ്ധാർത്ഥ, മാനസ മൂലമാ എനിക്ക് എന്റെ കുടുംബത്തെയും അംബികയ്ക്ക് അവളുടെ ജീവിതവും തിരിച്ചു പിടിക്കാനായത്. ഏത് ജന്മത്തിലാ ഞാൻ ആ കടം വീട്ട? ഈ ജന്മത്തിൽ തന്നെ. എന്താ മോളെ ഇവിടെ ഇരിക്കുന്നത്? വിവാഹം കഴിഞ്ഞ പെണ്ണ് ഭർത്താവിനൊപ്പം അല്ലേ കിടക്കേണ്ടത്? അമ്മേ, ഞാൻ ഒന്നും പറയണ്ട. നിങ്ങൾക്കിടെ പരസ്പരം ചില വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിവാഹം കഴിഞ്ഞ അതൊക്കെ മറക്കണം മോളെ. മറന്നേ തീരൂ. അതിനുള്ളൊരവസരം കൂടിയായി നീ ഇതിനെ കാണണം. അവൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നും എനിക്കറിയാം. ഒരു പെണ്ണിനും പൊറുക്കാനാവാത്ത കാര്യങ്ങൾ തന്നെയാ മോളോട് ചെയ്തതും. പക്ഷേ മോൾ അതെല്ലാം പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യണം. വേണമെങ്കിൽ അവന് വേണ്ടി ഞാൻ... വേണ്ടമ്മേ, അമ്മ ഇത് ചെയ്യരുത്. എന്റെ മനസ്സിൽ
മനസ്സിലൊന്നുമില്ലമ്മേ. വേണുവേട്ടൻ എന്റെ കഴുത്തിൽ താലി കിട്ടിയ നിമിഷം തന്നെ ഞാൻ പഴയതെല്ലാം ഹൃദയത്തിൽ നിന്ന് മാച്ചു കളഞ്ഞു. ഞാൻ ഭാഗ്യവതിയാ മോളെ. ഇത്രയും നല്ല മനസ്സുള്ളൊരു കുട്ടിയെ എന്റെ വേണുവിന് കിട്ടിയല്ലോ. മോൾ എഴുന്നേക്ക്, നമുക്ക് വേണുവിന്റെ മുറിയിലേക്ക് പോകാം. മോളെ ഞാൻ എന്റെ മുറിയിൽ കിടത്തിക്കൊള്ളാം ഇന്ന്. വാ, നിനക്ക് ഞാൻ വേണുവിന്റെ മുറി കാണിച്ചു തരാം. എന്റെ ഭാര്യയായിരുന്നോ? എന്താണാവോ ഇവിടെ? ഞാൻ ഓ, ഞാനത് മറന്നു. ഇന്നായിരുന്നല്ലോ നമ്മുടെ വിവാഹം. ശാന്തി മുഹൂർത്തം പ്രതീക്ഷിച്ച് വന്നതായിരിക്കും അല്ലേ? സോറി ഭാര്യ, അത്തരം പ്രതീക്ഷകളൊക്കെ തല്ലി തകർക്കേണ്ടി വന്നതില് സങ്കടമുണ്ട്. ഞാനിന്ന് നല്ല മൂഡിലല്ല. നീ പോയി വേറെ ആരെങ്കിലും റൂമിന്റെ മുന്നിൽ പോയി മുട്ട്. വേണുവേട്ടാ. ഏട്ടനോ? എന്താടി നിനക്ക് എന്നെ അങ്ങനെ വിളിക്കാനുള്ള യോഗ്യത? രാത്രി ഉറക്കം വരാത്ത ആണുങ്ങള് അയൽവക്കത്തെ വീടിന്റെ മതിൽ ചാടുന്നതായി കേട്ടിട്ടുണ്ട്. പക്ഷേ പെണ്ണുങ്ങൾ തന്നെ ആ പണിക്കിറങ്ങുന്നതേ ആദ്യം കാണുക. രാത്രി നേരത്തെ തലയിൽ മുല്ലപ്പൂവും ചുണ്ടിൽ പുഞ്ചിരിയും ഒട്ടിച്ചു വെച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്കുണ്ടടി ഒരു മാന്യത. അവരാ പണിക്കിറങ്ങുന്നതേ ഒരു നേരത്തെ വിശപ്പ് മാറ്റാനും കുടുംബം പുലർത്താനും വേണ്ടിട്ടാ. അല്ലാതെ നിന്നെ പോലെ പോയിക്കോളൂ. ഹലോ, സുഷമ, where are you now? I just reached home. Home, my foot. നിനക്കിപ്പോ തൃപ്തിയായല്ലേ? മനസ്സിലായില്ല സർ. ഇന്ന് നീ നടത്തിയ ഷോയ്ക്ക് പ്രതിഫലമായി എനിക്ക് നൽകേണ്ടി വന്നത് എന്റെ സെൽഫ് റെസ്പെക്റ്റാ. എന്റെ കുടുംബത്തെ ചവിട്ടി തേച്ച് കഴിഞ്ഞപ്പോ തൃപ്തിയായില്ലേ നിനക്ക്? സർ, സുഷമ, ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? വിശ്വസിച്ച് നിന്നെ ഒരു കേസ് ഏൽപ്പിച്ചു എന്നല്ലാതെ. സാർ ശാന്തമായിരുന്നൊന്ന് ആലോചിച്ച് നോക്കുമ്പോ ഒരുപക്ഷെ മനസ്സിലായേക്കും ഞാൻ ചെയ്തതിൽ തെറ്റില്ല എന്ന്. എന്നെ നീ ഉപദേശിക്കില്ലേ സുഷമേ? സമൂഹത്തിന് മുന്നിലെ ശരികൾ പലപ്പോഴും കുടുംബത്തിന്റെ മുന്നിൽ തെറ്റാണ് സുഷമ. ഒരു കുടുംബം ഇല്ലാത്ത നിനക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിവേ, ഇറ്റ്സ് എ എൻഡ്. ഇതുവരെ അന്വേഷിച്ച കോപ്പും കൊടച്ചക്കറും ഒക്കെ നാളെ രാവിലെ എന്റെ ടേബിളിൽ എത്തിയിരിക്കണം. ഇറ്റ്സ് മൈ ഓർഡർ. യെസ് സർ. നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ? രാവിലെ എഴുന്നേറ്റില്ല, കുളിച്ചില്ല, കിച്ചണിൽ കയറിയില്ല, അച്ചുമോളെ ഒരുക്കിയില്ല. നിനക്കിത് എന്തു പറ്റി? കൃത്യമായ ഉത്തരം അറിയാവുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നത് പരമ ബോറാ ഹരി. ത്രികാലജ്ഞാനം കുറവുള്ള ആളാണ് ഞാൻ.
പറഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവൂ. സാധാരണ ഒരു ദിവസം എഴുന്നേറ്റ് നീ എന്താ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതെന്ന് ചോദിക്കുന്നത് പോലെ ചോദിക്കല്ലേ ഹരി? മാനസയുടെ വിവാഹത്തിന് ശേഷം കുറച്ചു ദിവസം ലീവ് എടുക്കാൻ നമ്മൾ തീരുമാനിച്ചു എന്നത് ശരി. പക്ഷേ വിവാഹം നടക്കാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ വീട്ടിലിങ്ങനെ അടച്ചു കെട്ടിയിരിക്കണോ? ഉള്ളിലുള്ള അസ്വസ്ഥതകളൊക്കെ കൂടുകയിലുള്ളൂ. അത് ഹരിയുടെ മൈൻഡ് സെറ്റ്. എന്റേതും അങ്ങനെ ആവണമെന്ന് വാശി പിടിക്കരുത്. ഞാൻ വാശി പിടിച്ചൊന്നുമല്ല. ഒപ്പമുള്ളൊരു സഹജീവി എന്ന നിലയ്ക്ക് ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെയെങ്കിലും പരിഗണിക്കണം ഹരി. പുട്ട് യുവർ സെൽഫ് ഇൻ മൈ ഷൂസ്. എന്റെ സ്ഥാനത്ത് ഇപ്പൊ ഹരിയാണെങ്കിൽ എന്ത് ചെയ്യും? നിനക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. പക്ഷെ എനിക്ക് അങ്ങനെ പറ്റില്ല ഹരി. എന്റെ ഹോസ്പിറ്റൽ, അവിടുത്തെ സ്റ്റാഫ്, പേഷ്യൻസ് ഇവരൊക്കെ ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഹരിയെ പോലെ ഫ്ലെക്സിബിൾ ആയ ഒരാളല്ല ഞാൻ. സബോർഡിനേറ്റ്സിനോട് ഈക്വൽ എന്ന നിലയിൽ പെരുമാറാനും അവരെ എപ്പോഴും സന്തോഷിപ്പിച്ച് നിർത്താനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ അങ്ങനെ ശീലിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് എന്നോട് ഗ്രഡ്ജുണ്ട്. എനിക്കെതിരെ ചെറിയൊരു ഇഷ്യൂ കിട്ടിയാൽ മതി, വളരെ പെട്ടെന്ന് അത് അവിടെ സ്പ്രെഡ് ആവും. തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പോഴവിടെ ആഘോഷം. മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു, പറയുന്നു എന്ന് കരുതി ഒരു മനുഷ്യനും ജീവിക്കാനാവില്ല ഗൗരി. ഇറ്റ്സ് ഓക്കെ ഹരി. പക്ഷെ എല്ലാവരും നമുക്ക് നേരെ വിരൽ ചൂണ്ടുന്ന സിറ്റുവേഷനുകൾ ഉണ്ടാക്കി വെക്കരുത്. ഇന്നലെ ഹരിയുടെ സിസ്റ്റർ ചെയ്തതുപോലെ. അതിനിയും തീർന്നില്ലേ ഗൗരി? അവൾ ചെയ്തത് പൂർണ്ണമായും ശരിയാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ അതിന്റെ പേരിൽ നീയും നിന്റെ അച്ഛനും ചേർന്ന് പരമാവധി മുറിപ്പെടുത്തി കഴിഞ്ഞു ആ മനസ്സ്. ഇനിയെങ്കിലും നിർത്തിക്കൂടെ? നിർത്തില്ല. അപ്പുസേ, അപ്പുസേ. നിങ്ങൾ ചോദിച്ചില്ലേ എല്ലാം തീർന്നിട്ടില്ലേന്ന്? തീർന്നിട്ടില്ല. ഈ കുടുംബം ഉള്ള കാലത്തോളം ആ മാനക്കേടിന്റെ വിഴുപ്പുണ്ടാവും ചുമലിൽ. അതാദ്യം ബാധിക്കുക നമ്മുടെ മോളുടെ ഭാവി തന്നെയാവും. ഇത്രയും ദ്രോഹം ചെയ്ത ഒരാളെ ഞാൻ കൈവെള്ളിൽ വെച്ച് പൂജിക്കണമെന്ന് പറഞ്ഞാൽ അതും നടക്കാൻ പോകുന്നില്ല. ഇഫ് യു ഫീൽ സംതിങ് റോങ് അബൌട്ട് ഇറ്റ്, I don't care. എഴുന്നേറ്റ് വാ മോളെ, ഒരുപാട് നേരമായില്ലേ? ദിവസം ഒന്നായില്ലേ മോളെ ജലപാനമില്ലാതെയുള്ള ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്? ഒന്നല്ല, ഒരു 100 ദിവസം കഴിഞ്ഞാലും ആശാലതയുടെ മനസ്സ് വ്യതിചലിക്കില്ല മുത്തശ്ശ. സാഷ്ടാംഗ പ്രണാമം ചെയ്ത് അവിടെ തന്നെ ഉണ്ടാവും അത്. 33 കോടി ദൈവങ്ങളില്ലേ നമുക്ക്, അതിലൊരാളെങ്കിലും കനിയാതിരിക്കില്ല. മനസ്സ് ദുർബലമാകുമ്പോഴാ മോളെ മനുഷ്യൻ ദൈവങ്ങളിലേക്ക് തിരിയുന്നത്. നമ്മൾ ദുർബലരാവരുത്, പിടിച്ചു നിൽക്കണം. എന്റെ കാര്യത്തില് അങ്ങനെയല്ല മുത്തശ്ശ. ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാനുള്ള കരുത്ത് തരണേന്ന് മാത്രമാ ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നത്. ശത്രുനാശം അത് മാത്രമാണ് മുന്നിലുള്ള ലക്ഷ്യം. അതിന് എനിക്കെന്റെ കുട്ടിയെ ജയിലിന് പുറത്തു വേണം, എന്ത് വില കൊടുത്തിട്ടായാലും. അർജുനനെ ജാമ്യത്തിലെടുക്കാനുള്ള നടപടികളെല്ലാം എടുത്തിട്ടുണ്ട് മോളെ. പക്ഷേ എന്ത് പക്ഷേ?
ജാമ്യം കിട്ടുന്ന കാര്യം സംശയമാണ് മോളെ. ഒരാഴ്ചയെങ്കിലും റിമാൻഡിൽ കഴിയേണ്ടി വരും. തട്ടിക്കൊണ്ടുപോവൽ, തടവിൽ പാർപ്പിക്കൽ, വധശ്രമം, അങ്ങനെ പല പേരുകളിലാണ് അവനെതിരെയുള്ള കേസ്. ഈ നിലയ്ക്ക് പെട്ടെന്നൊരു ജാമ്യം ബുദ്ധിമുട്ടാവുമെന്നാ വക്കീല് പറയുന്നത്. എത്ര വേണേലും കാശിറക്കാന്ന് പറയായിരുന്നില്ലേ മുത്തച്ഛന്? അതും ഈ ഒരു സാഹചര്യത്തിൽ നടക്കില്ലെന്ന് അയാൾ പറയുന്നത്. പബ്ലിക്കിന്റെ ഒരു ശ്രദ്ധ ഇപ്പോൾ ഈ കേസിലേക്കുണ്ട്. അതൊന്ന് തിരിഞ്ഞു കിട്ടിയാൽ രക്ഷപ്പെട്ടു. അയാളെ കൊണ്ട് കൂട്ടിയാ കൂടില്ലെങ്കിൽ പുറത്ത് നിറക്കണം വക്കീലിനെ, സുപ്രീം കോടതി നയാൽ പോലും. അതൊന്നും വേണ്ട മോളെ. അർജുനനെ അടച്ചിരിക്കുന്ന കാരാഗൃഹത്തിന് സൂചി കുത്താൻ ഒരു പഴുതുണ്ടെങ്കിൽ അത് ആളോളൊപ്പമാക്കി അവനെ അവിടെ നിറക്കിക്കൊണ്ടുവരാൻ ശേഷിയുള്ളവനാ ഈ വക്കീൽ. പ്രോസിക്യൂഷൻ സൈഡ് ഇപ്പൊ അത്രയ്ക്ക് സ്ട്രോങ് അല്ല. കേസൊന്നും വേണ്ടെന്ന് ഒഫൻഡന്റ് പേഴ്സൺ തന്നെ പോലീസിനോട് പറഞ്ഞല്ലോ. ഒരു ക്രൈം ഉണ്ടായ സ്ഥിതിക്ക് പോലീസിന് സുവോ മോട്ടോ കേസ് തന്നെ രജിസ്റ്റർ ചെയ്യാം. അത്രേ ഉള്ളൂ. അതുകൊണ്ടാ ജാമ്യം ഇത്ര എളുപ്പത്തിലായത്.